വനം മന്ത്രിയും നൽകിയ ഉറപ്പ് പാലിക്കാതായതോടെ കാട്ടാന ശല്യത്താൽ വലയുകയാണ് തൃശൂർ പീച്ചി കുതിരാൻ മേഖലയിലെ ജനങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി തവണ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് അധികൃതർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. പീച്ചി വാഴാനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ ദൈനംദിന കാഴ്ചകളാണിത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന ഇവിടെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരം ഭീതി പടർത്തുന്ന കൊമ്പൻ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മാത്രമുണ്ടാക്കിയത് വൻ നാശനഷ്ടമാണ്. കുതിരാൻ, കൊമ്പഴ, രാമൻചിറ, ഇരുമ്പുപാലം, കരടിക്കുണ്ട്, കിഴക്കേ രാമൻചിറ, കള്ളക്കുന്ന്, വാണിയമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആനശല്യം അതിരൂക്ഷമായി തുടരുന്നത്. വീടുകൾക്കടുത്തേക്ക് പോലും നിരന്തരം എത്തുന്ന ആനയെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ നവംബറിൽ പ്രതിഷേധം ശക്തമായപ്പോൾ സ്ഥലത്തെത്തിയ മുൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പല ഉറപ്പുകൾ നൽകി മടങ്ങിയെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഈ ഏരിയയിലേക്ക് വന്നേക്കുന്നത് ഒരാഴ്ചയായിട്ടാണ്. അതിനു മുമ്പ് ആ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്, അപ്പുറത്തൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഒരാഴ്ചയായിട്ടാണ് വരുന്നത്. അത് ഡെയിലി വരുന്നുണ്ട്. അത് 2 നേരമായിട്ടാണ് വരുന്നത്. ഒരു 9:10 മണിയാകുമ്പോഴത്തേനും ഒരു ട്രിപ്പ് വരും. പിന്നെ വരുന്ന ഒരു വെളുപ്പിന് 2 മണിയാകുമ്പോൾ ഇതിലാണ് 2 പ്രാവശ്യമായിട്ടാണ് വരുന്നത്. ഡെയിലി എല്ലാ ദിവസവും വരുന്നത്. ഇതിന് അടിയന്തരമായി ഫെൻസിങ് കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടും. ഞങ്ങളൊക്കെ ഓട്ടം വണ്ടിയൊക്കെ പോയിട്ട് രാത്രിയാണ് വരാറ്. എന്നാണ് ഇതിന് മുന്നിൽ ചെന്ന് ചാടാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി തിരിച്ചു വരെ പോകാൻ ഞങ്ങൾക്ക് യാതൊരു നിർവാഹമില്ലാത്തൊരു സ്ഥലമാണിത്. കുങ്കിയാനകളെ എത്തിച്ചും AI ക്യാമറകൾ ഉപയോഗിച്ചും നേരത്തെ മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ദൗത്യം ഉപേക്ഷിച്ചു മടങ്ങി. ഫെൻസിംഗ് സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണും എന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഫെൻസിങ്ങിന്റെ നടപടികൾ ഇപ്പോൾ നിലവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായത് ഫെൻസിങ് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോരാ, അത് ഏറ്റവും അടിയന്തരമായിട്ട് പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ഈ ആന നമുക്ക് കണ്ടാൽ അറിയാം, ഭയങ്കര വലിയൊരു ആനയാണ്. നമ്മൾ പ്രതീക്ഷിച്ചാലും കണ്ടാൽ തന്നെ വലിയ രീതിയിൽ പേടി തോന്നുന്ന രീതിയിലേക്ക് വലിയൊരു ആനയാണ്. ആനയെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ജനവാസ മേഖല അല്ലാത്തൊരു ഉൾക്കാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളിലേക്കോ മാറ്റണം എന്നുള്ളതാണ് പൊതുവെ നാട്ടുകാരുടെ ആവശ്യം. പാണഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡായ വാണിയമ്പാറയിലെ 180 കുടുംബങ്ങളാണ് കാട്ടാന ശല്യത്താൽ നിരന്തരം ബുദ്ധിമുട്ടുന്നത്. കുതിരാൻ മുതൽ കള്ളക്കുന്ന് വരെയുള്ള 3 കിലോമീറ്റർ ദൂരത്ത് ഫെൻസിംഗ് സ്ഥാപിച്ചാൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാം. എന്നാൽ അതിനുള്ള നടപടികളും എങ്ങും എത്താത്തതിനാൽ മേഖലയിൽ നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആനയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.